ഭാർഗവി നിലയം എന്ന ചിത്രത്തിലെ ജോഡിയായിരുന്നു പ്രേംനസീറും വിജയ നിർമ്മലയും. അവർ രണ്ടുപേരും ഒരു കടൽ തീരത്ത് പാടി അഭിനയിക്കുന്ന അറബിക്കടലൊരു മണവാളൻ എന്നുള്ള ഗാനം വളരെയധികം പ്രശസ്തമായിരുന്നു അക്കാലത്ത്. ഏകദേശം നമുക്ക് ഉദ്യോഗസ്ഥയിലും പ്രേംനസീറും വിജയ നിർമ്മലയും ചേർന്ന് അഭിനയിക്കുന്ന എഴുതിയതാരാണ് സുജാത എന്നുള്ള ഗാനം കേൾക്കുമ്പോൾ ട്യൂണുമായിട്ടൊന്നും ബന്ധമില്ലെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഓർമ്മ വരും. ആ ഒരു പ്രശസ്തമായ ജോഡി തന്നെ ഇവിടെയും, അതും ബീച്ചിൽ, രണ്ടുപേരും ബീച്ചിൽ തന്നെ. അതിലും ബാബുക്കയായിരുന്നു മ്യൂസിക്, ഇതിലും ബാബുക്കയായിരുന്നു മ്യൂസിക്. എഴുതിയതാരാണ് സുജാത നിന്റെ കടമിഴിക്കോണിലെ കവിത, നിന്റെ കടമിഴിക്കോണിലെ കവിത. കുണ്ടൻ കരളിൽ എൻ്റെ അനുരാഗപ്പൂ മുല്ലത്തറയിൽ, എൻ്റെ അനുരാഗപ്പൂ മുല്ലത്തറയിൽ. എഴുതാൻ പറയുമ്പോൾ ഞങ്ങൾ പറയും അതിനകത്ത് സ്ത്രീത്വത്തിൻ്റെയും അതുപോലെ മനോഹാരിതയുടെയും അംശങ്ങൾ അന്നത്തെ ഗാന സംവിധായകർക്കൊക്കെ ഉണ്ടായിരുന്നു ഈ എഴുത്തുകാരോട് പറഞ്ഞു കൊടുക്കുന്നത്. അതിനകത്ത് അത് വേണം, അതുണ്ടെങ്കിൽ മാത്രമേ അത് സുഖം വരുള്ളൂ. അതാണ് എഴുതിയതാരാണ് സുജാത എന്ന് പറയുന്ന ഒരു സുഖം വേറൊന്നും വന്നാൽ കിട്ടില്ല. നക്ഷത്രച്ചെപ്പിലെ കൺമഷി എഴുതിയ ദേവതയാണോ നീ, അഴകിൻ്റെ ദേവതയാണോ നീ. എഴുതിയതാരാണ് സുജാത നിന്റെ കടമിഴിക്കോണിലെ കവിത, നിന്റെ കടമിഴിക്കോണിലെ കവിത. ബാബുക്കയുടെ അധികം പാട്ടുകളും ജാനകിയമ്മയാണ് പാടിയിട്ടുള്ളത്. ഓരോ പാട്ട് കഴിയുമ്പോഴും ബാബുക്ക ചെന്ന് ரொம்ப நல்லா இருக்குമ്മ ரொம்ப நல்லா இருக்குന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പാട്ട് പാടിക്കഴിഞ്ഞപ്പം ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ടാവും. കാരണം എഴുതിയതാരാണ് സുജാത, ഈ പാട്ട് ദാസേട്ടൻ പാടി കഴിയുമ്പോൾ ജാനകിയമ്മ ഒരു ലിങ്ക് കൊടുക്കും, കതിരവൻ, അങ്ങനൊരു ലിങ്ക് കൊടുത്ത്. തീർച്ചയായും അപ്പോൾ ബാബുക്ക പോയി നമസ്കരിച്ചിട്ടുണ്ടാവണം. മനസ്സിന്റെ മണിയറയിൽ മധുരക്കിനാവിൻ്റെ മണിദീപം കൊളുത്തിയല്ലോ, നീയൊരു മണിദീപം കൊളുത്തിയല്ലോ. എഴുതിയതാരാണ് സുജാത നിന്റെ കടമിഴിക്കോണിലെ കവിത, നിന്റെ കടമിഴിക്കോണിലെ കവിത. കവിയവൻ കുണ്ടൻ കരളിൽ എൻ്റെ അനുരാഗപ്പൂ മുല്ലത്തറയിൽ, എൻ്റെ അനുരാഗപ്പൂ മുല്ലത്തറയിൽ. ബാബുരാജ് എസ് ജാനകി കോമ്പിനേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ മദൻ മോഹൻ ലതാ മങ്കേഷ്കർ കോമ്പിനേഷൻ പോലെ തന്നെ വളരെയധികം എന്താ പറയുക, വളരെയധികം മനസ്സിൽ തട്ടുന്ന പാട്ടുകൾ നമുക്ക് തന്നിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ബാബുരാജിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗായികയായിരുന്നു ജാനകിയമ്മ. ബാബുരാജ് തന്നെ പറയുണ്ടായിട്ടുണ്ട്, ബാബുരാജ് മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ 100 ഇരട്ടി എഫക്റ്റിലാണ് ജാനകിയമ്മയുടെ കണ്ഠത്തിൽ കൂടെ പുറത്തു വരുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കോമ്പിനേഷനായിരുന്നു ബാബുരാജും എസ് ജാനകിയും. ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിൽ അവർ രണ്ടുപേരും ചേർന്നപ്പോൾ മാൻകിടാവിനെ മാറിലേന്തുന്ന എന്ന് പറഞ്ഞ മനോഹരമായൊരു ഗാനം പിറക്കുകയുണ്ടായി. ഈ ഗാനത്തിൽ ശരിക്കും എല്ലാവർക്കും അത്ഭുതം തോന്നുന്ന ഒരു കാര്യം, ഇതിലൊരു കുട്ടിയായിട്ട് ശാരദയുടെ കൂടെ അഭിനയിക്കുന്ന കുട്ടി ആരാണെന്നുള്ളത് എല്ലാവരും ഇങ്ങനെ സംശയിച്ച് നോക്കുന്നുണ്ട്. പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് പിൽക്കാലത്ത് വളരെയധികം പ്രശസ്തയായ, നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞ ഉർവശി ശോഭയാണ് ഈ കുട്ടിയായിട്ട് അഭിനയിക്കുന്നുള്ള കാര്യം വളരെയധികം ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്.